കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും സജീവമായ ചർച്ചാ വിഷയമാണ് ഭരണ നേതൃത്വവും പ്രബല സാമുദായിക സംഘടനകളും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വരെ നിർണായക സ്വാധീനം ചെലുത്താറുണ്ട്. അടുത്തിടെയായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ സഞ്ചരിച്ച സംഭവത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളുടെ സങ്കീർണത വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷം ഇത് സർക്കാരിന്റെ സാമുദായിക പ്രീണനമായി ഉയർത്തിക്കാട്ടിയപ്പോൾ മന്ത്രി സജി ചെറിയാനും വെള്ളാപ്പള്ളി നടേശനും ശക്തമായ പ്രതിരോധവുമായി രംഗത്തെത്തി. SNDP യോഗം നേതാവ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ഈ യാത്രയെ പ്രതിപക്ഷം CPM-ഉം വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന SNDP-യുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടി ഉണ്ടാക്കിയെന്നും വിമർശനങ്ങൾ ഉയർന്നു. വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത് CPM നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നാണ് മന്ത്രിയുടെ വാദം. ഡോർ തുറന്ന് അദ്ദേഹം സ്വയം കാറിൽ കയറുകയായിരുന്നു. പ്രായമുള്ള ആളല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കയറിയതാവും, അതിലെന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് മന്ത്രി സംഭവം മനുഷ്യത്വപരമായ ഒരു വിഷയമായി അവതരിപ്പിച്ചു. പ്രതിപക്ഷവും മാധ്യമങ്ങളും ചേർന്ന് നുണപ്രചാരണം നടത്തുകയാണെന്ന് മന്ത്രി ആരോപിച്ചു. മാധ്യമങ്ങൾ സംഭവങ്ങൾ വളച്ചൊടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. CPM-ന് SNDP-യുമായി മാത്രമല്ല NSS ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ സംഘടനകളുമായി നല്ല ബന്ധമാണുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു മതസംഘടനകളും LDF-നെതിരായി പ്രവർത്തിച്ചിട്ടില്ലെന്നും മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. താൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതിന് പിന്നാലെ ഉയർന്ന പരിഹാസങ്ങളോട് വൈകാരികമായും ശക്തവുമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. താൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതിനെ ചിലർ പരിഹസിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാതിരിക്കാൻ തനിക്ക് എന്താ അയിത്തമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ ചോദ്യം പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്ന ഒരു നേതാവ് ഭരണ നേതൃത്വവുമായി അടുക്കുന്നത് സവർണ സമുദായങ്ങളിൽ നിന്നുള്ളവർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സാമൂഹിക ചോദ്യമായി മാറി. ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ സാമുദായികമായ ഒരു വിവേചനം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സാമ്പത്തികമായി താൻ ഒട്ടും പിന്നിലല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം വിമർശകരുടെ വായടപ്പിക്കാനും ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ കാറിനേക്കാൾ വലിയ കാർ ഉള്ളവനാണ് താൻ എന്ന് പറഞ്ഞതിലൂടെ താൻ മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചത് ഒരു സ്വാധീനത്തിനും പദവിക്കും വേണ്ടിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയോടുള്ള അടുപ്പം LDF-ന് തിരിച്ചടിയായെന്ന ആരോപണങ്ങൾ ഉയർന്നതിന്റെ പ്രധാന പശ്ചാത്തലം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളായിരുന്നു. ഇതിനിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്തുണച്ചിരുന്നെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. ആഗോള അയ്യപ്പ സംഗമത്തെ SNDP യോഗം മാത്രമല്ല NSS-ഉം പിന്തുണച്ചിരുന്നു. അവരും പ്രതിനിധിയെ അയച്ചിരുന്നു. അതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് NSS-നെ കുറ്റപ്പെടുത്താത്തത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ പേരിൽ തന്നെ മാത്രം ലക്ഷ്യം വെക്കുന്നത് സാമുദായിക പക്ഷാപാതിത്വം കാരണമാണോ എന്ന സംശയവും ഉന്നയിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം കേവലം വ്യക്തിപരമായ പ്രതിരോധത്തിൽ ഒതുങ്ങുന്നില്ല. മറിച്ച് അദ്ദേഹം കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ സാമുദായിക നിലപാടുകളിലേക്ക് കടന്നു. ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ താൻ മാത്രമല്ല NSS നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുന്നണികൾ നടത്തുന്ന മത സാമുദായിക പ്രീണനത്തെയാണ് താൻ ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മലപ്പുറത്ത് ഇതര സമുദായങ്ങൾക്ക് സ്കൂളും കോളേജും പോയിട്ട് ഒരു പള്ളിക്കൂടം പോലും നൽകാത്തതിനെ കുറിച്ച് താൻ പറഞ്ഞത് വസ്തുതകളല്ലേ എന്നും ഈ വസ്തുത മറച്ചുവെച്ച് വർഗീയ പ്രചാരണം നടത്തുന്നത് മുസ്ലിം ലീഗ് അല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. 24 മണിക്കൂറും വർഗീയത പ്രസംഗിക്കുന്ന ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസ് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പാരമ്പര്യമുള്ള ടീമുകളാണ് കോൺഗ്രസ് എന്ന് ഇപ്പോഴത്തെ നേതാക്കൾ തിരിച്ചറിയുന്നില്ല. അവർ ലീഗിന് അടിമപ്പെടുകയാണെന്ന വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം UDF നേതൃത്വത്തിലെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധം തിരിച്ചടിയായെന്ന പ്രതിപക്ഷ വാദത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളിലൂടെ മന്ത്രി സജി ചെറിയാൻ പ്രതിരോധിച്ചു. ആലപ്പുഴ ജില്ലയിൽ കാര്യമായ തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും LDF ശക്തമായ അടിത്തറ നിലനിർത്താൻ സാധിച്ചുവെന്നും മന്ത്രി വാദിച്ചു. കുട്ടനാട്ടിൽ മാത്രമാണ് കാര്യമായി തിരിച്ചടി ഉണ്ടായത്. ഇതിന് കാരണം സാമുദായിക ബന്ധങ്ങളല്ല, മറിച്ച് LDF-ലെ അനൈക്യമാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് സംഘടനാപരമായ പ്രശ്നമാണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജില്ലയിൽ BJP കാര്യമായ നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന ഹിന്ദു വോട്ടുകൾ ചോർന്നിട്ടില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. UDF തിരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണമാണ് നടത്തിയത്. ന്യൂനപക്ഷ വീടുകളിൽ ഭൂരിപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വീടുകളിൽ ന്യൂനപക്ഷ വർഗീയതയുമാണ് അവർ പ്രചരിപ്പിച്ചത്. എന്നാൽ LDF രാഷ്ട്രീയമാണ് പറഞ്ഞതെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖ്യമന്ത്രിയുടെ കാറിലുള്ള യാത്ര ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയതിന്റെ അടിസ്ഥാന കാരണം കേരളത്തിൽ ജാതി മത സംഘടനകൾ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനമാണ്. ഒരു പിന്നോക്ക സമുദായ നേതാവ് ഭരണകൂടവുമായി അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വിമർശനം കേരള സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാമുദായിക സെൻസിറ്റിവിറ്റിയും വർഗീകരണവും എടുത്തു കാണിക്കുന്നു.
തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫല സൂചനകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് LDF നേതൃത്വം തങ്ങൾക്ക് സാമുദായിക പിന്തുണ ചോർന്നിട്ടില്ലെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്നു. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ തന്റെ പ്രതികരണത്തിലൂടെ തനിക്കെതിരായ വിമർശനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം ഒരുതരം സാമുദായിക മുൻവിധി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ വിവാദം കേരള രാഷ്ട്രീയത്തിൽ സാമുദായിക സമവാക്യങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നും നേതാക്കൾ നടത്തുന്ന ഓരോ നീക്കത്തെയും രാഷ്ട്രീയ എതിരാളികൾ എങ്ങനെ ആയുധമാക്കുന്നു എന്നതിന്റെയും ഉദാഹരണമാണ്.